പാലാ യുവ സാഹിത്യവേദിയുടെ ഈ വർഷത്തെ കവിതയ്ക്കുള്ള മഹാകവി പാലാ നാരായണൻ നായർ അവാർഡ് നേടിയ ശൈലൻ ഇടുക്കിക്കും അഭിമാനമാകുന്നു. ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്തു വരുന്ന ശൈലന്റെ രാഷ്ട്രമീ മാംസ എന്ന കവിതാ പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. കൂടാതെ 5 പുരസ്കാരങ്ങൾ നേടിയ കൃതിയാണ് DC ബുക്സ് പ്രസിദ്ധീകരിച്ച രാഷ്ട്രമീ മാംസ. ഭാഷ ദേ മരിക്കുന്നെന്നും മരിച്ചെന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ച് തളർന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളും അടച്ചിരുന്ന് കവി ഒരു ശിലാരൂപിയായി. മലയാള കവിതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരിൽ ശൈലന്റെ പേര് മുന്നിലുണ്ട്. ഭാഷയ്ക്കും അപ്പുറത്ത് കവിയുടെ മനസ്സ് വായനക്കാരനുമായി സംവദിക്കുന്ന ഒരിടമുണ്ട്. ആ ഇടങ്ങളിലേക്ക് ശൈലന്റെ കവിതകളുടെ വായന കൂട്ടിക്കൊണ്ടുപോവുക തന്നെ ചെയ്യും. പ്രണയത്തെയും രതിയെയും ഏറ്റവും വിശുദ്ധമായി കാണുകയും ഓരോ പ്രണയത്തിലും പരിപൂർണമായി തീരുകയും ചെയ്യുന്ന കവിതകളാണിത്. പ്രണയവും രതിയും പോലെ അത്രയും വിശുദ്ധമായ കവിതകൾ. നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഇദ്ദേഹം കേരളത്തിലെ കവികളിൽ ശ്രദ്ധേയനായ വ്യക്തി കൂടിയാണ്. മലപ്പുറം സ്വദേശിയായ ഇദ്ദേഹം കഴിഞ്ഞ 1.5 വർഷക്കാലമായി അടിമാലിയിൽ ജോലി ചെയ്തു വരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രമീ മാംസ എന്ന കവിതാ സമാഹാരത്തിനാണ് പാലാ നാരായണൻ നായർ സ്മാരക അവാർഡ് ലഭ്യമായത്. എഴുത്തിലേക്ക് നമ്മളല്ല, നമ്മളിലേക്ക് എഴുത്താണ് എത്തിച്ചേരുന്നതെന്ന് വിശ്വസിക്കുന്ന ശൈലൻ കവിയും ചലച്ചിത്ര നിരൂപകനും യാത്രാ വിവരണ എഴുത്തുകാരനും കോളമിസ്റ്റുമാണ്. കവിതകളിലൂടെയാണ് ശൈലൻ കൂടുതലായും അറിയപ്പെടുന്നത്. വ്യത്യസ്തമായ ശൈലിയിലുള്ള കവിതകളാൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ശൈലൻ 11ഓളം പുസ്തകങ്ങളുടെ രചയിതാവാണ്. നിരവധി ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങൾക്കായി സിനിമകളെക്കുറിച്ച് നിരൂപണം ചെയ്യുന്ന ഒരു ചലച്ചിത്ര നിരൂപകൻ കൂടിയാണ് ശൈലൻ. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി സ്വദേശിയായ ശൈലൻ 1990കളുടെ അവസാനത്തിൽ പ്രമുഖ മലയാള ആനുകാലികങ്ങളിൽ എഴുതാൻ തുടങ്ങി. മലയാള കവിതകളിൽ പുതിയ ശൈലികളും പദാവലികളും കൊണ്ടുവന്നതിന് ശൈലൻ ശ്രദ്ധിക്കപ്പെട്ടു. ഇപ്പോൾ പുരസ്കാരം നേടിയിരിക്കുന്ന രാഷ്ട്രമീ മാംസ 2022 ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിച്ചത്. R. മനോജ് അവാർഡ്, കഞ്ഞിക്കാവ് കുഞ്ഞികൃഷ്ണൻ സ്മാരക അവാർഡ് ഉൾപ്പെടെ 6 പുരസ്കാരങ്ങൾ നേടിയ കൃതിയാണ് DC ബുക്സ് പ്രസിദ്ധീകരിച്ച രാഷ്ട്രമീ മാംസ. മഹാകവി പാലാ നാരായണൻ നായരുടെ പേരുള്ള പുരസ്കാരമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പാലയിൽ നിന്നുള്ള ഒരു കലാസമിതിയാണ് അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവരെല്ലാ വർഷവും കൊടുക്കുന്ന അവാർഡാണ്. ഒരു മഹാകവിയുടെ പേരിലുള്ള പുരസ്കാരം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ നിന്നും കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ 11ാമത്തെ പുസ്തകമാണ് രാഷ്ട്രമീ മാംസ. അതിൽ കവിതാ സമാഹാരങ്ങളുമുണ്ട്, യാത്രാവിവരണങ്ങളുണ്ട്, ഗദ്യമുണ്ട്, പല ടൈപ്പ് പുസ്തകങ്ങളാണ്. എന്നാലും കവിതയാണ് എഴുതി തുടങ്ങിയതും ഇപ്പോഴും ഒരു കവി എന്നുള്ള പേരിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നതും. ഇപ്പോൾ 11ാമത്തെ പുസ്തകമാണെങ്കിലും എനിക്ക് ആദ്യമായിട്ട് പുരസ്കാരങ്ങൾ 6ഓളം പുരസ്കാരങ്ങൾ ഇപ്പോൾ ഇതിന് കിട്ടിക്കഴിഞ്ഞു. 6ഓളം എന്നാൽ 6 പുരസ്കാരങ്ങൾ കിട്ടിക്കഴിഞ്ഞു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള അത്യാവശ്യം അറിയപ്പെടുന്ന പുരസ്കാരങ്ങൾ കിട്ടി എന്നത് ഒരു സന്തോഷകരമായ കാര്യമാണ്. ഇന്ത്യയിലെ സമകാലിക പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയതിന് ഈ പുസ്തകം നിരൂപക പ്രശംസ നേടി. അതേ വർഷം തന്നെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് ശൈലന്റെ ആദ്യ യാത്രാ വിവരണമായ 100 യാത്രകൾ പ്രസിദ്ധീകരിച്ചു. പാലാ യുവ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന 13-ാം തീയതി അവാർഡുകൾ നൽകും. വോട്ടിംഗ് മെഷീനുകൾക്കാണെന്ന് തോന്നുന്നില്ല, വോട്ടു ചെയ്യാൻ പോകുന്ന മെഷീനുകൾക്ക് തന്നെയാണ് പലപ്പോഴും തകരാറ്. വോട്ടിംഗ് മെഷീനുകൾക്കാണെന്ന് തോന്നുന്നില്ല, വോട്ടു ചെയ്യാൻ പോകുന്ന മെഷീനുകൾക്കു തന്നെയാണ് പലപ്പോഴും തകരാറ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.